ഹായ് ഹലോ, എന്നാണ്ട് വിശേഷം? ഇന്ന് ശിവരാത്രിയാണ്, 2 ദിവസം കഴിഞ്ഞ്. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. വേറെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും യൂട്യൂബൊക്കെ കാണാറുണ്ടോ? എൻ്റെ വ്ളോഗുകളൊക്കെ നോക്കാറുണ്ടോ? അതിന് പിന്നെ ഞാൻ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഞാൻ തീയലുണ്ടാക്കാം. കുറേ നാളായി തീയലുണ്ടാക്കിയിട്ട്. അപ്പം നമുക്ക് തീയലുണ്ടാക്കാം. അപ്പോൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേനയും കൂർക്കയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചിട്ട് തേങ്ങ വറുത്ത് അരച്ച് നമുക്കൊരു തീയലുണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഞാൻ നേരത്തെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കൂടെ നമുക്കിട്ട് വേവിക്കാം. കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിട്ട് വേവിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് തേങ്ങ ഇടാമേ. തേങ്ങ ഒന്ന് ചതച്ചതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉലുവായിട്ട് വറക്കാം. നമുക്ക് വറക്കാം. പിന്നെ കുരുമുളകും കൂടെ നമുക്ക് ചേർത്താൽ, കുരുമുളകൊക്കെ എവിടെ പോയി? തീരത്തല്ലേ. നമുക്ക് എടുക്കണമെങ്കിൽ കുറച്ച് പാടാം. നമുക്ക് കുരുമുളക്, ഇത് ഞാൻ എൻ്റെ ഇവിടെ ഉണ്ടായ കുരുമുളക്. അപ്പം അത് ഇരിക്കട്ടെ. അതിൻ്റെ കരിയേപ്പും തണ്ടും കൂടെ ഇട്ടാലും അപ്പം അതങ്ങനെ അകത്തിട്ട്. അപ്പം നമുക്കിത് വറക്കാം. കുറച്ച് നന്നായിട്ട് വറക്കാം. നോക്കട്ടെ. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടു. പിന്നെ നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തിനി നമുക്ക് പിന്നെ വേവിച്ച കഷ്ണം ഇതിനകത്തോട്ടിടാം. കുക്കറിൽ നിന്ന് വേവിച്ചതാണ്. അപ്പോൾ ഒന്ന് വെന്തോട്ടെ. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. എല്ലാം ഒരുമയിൽ ദൂരെ കിടക്കുന്നത്. വെന്തായതുകൊണ്ട് ഞാൻ അധികം വേവിക്കുന്നില്ല. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടേക്കാമേ. ഇത്തിരി ഉപ്പ്. നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാമേ. പുളി പിഴിഞ്ഞൊഴിച്ചിട്ടാണ് പിന്നെ മസാല ഇടുന്നത്. ഒത്തിരി പുളി വേണ്ട. അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ. അരച്ചത് ചേർക്കാം. കണ്ടില്ലേ? എണ്ണയുടെ ഇത് കണ്ട, ഇതാ എണ്ണ വെള്ളം ഒഴിക്കാതെ അരച്ചതാണ്.
നമുക്കിത് ചേർക്കാം ഇതിനകത്ത്. തീയൽ നന്നായിട്ട്, തീയലിൻ്റെ കളറ് ഓക്കെ ആണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം നമുക്കിതിന് കടുക് വറുക്കാവേ. നല്ലപോലെ തിളച്ച് കടുക് വറുക്കാൻ നമുക്ക് മുളകിടാം. പിന്നെ നമുക്ക് കുറച്ച് കടുകിടാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് കടുക്, നമ്മുടെ കടുക് വറുത്ത് ഇനി നമുക്ക് ഒഴിക്കാം. കുറച്ച് നേരം അടുപ്പത്ത് വെക്കാം. തീയൽ റെഡിയായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ തീയൽ എങ്ങനെയുണ്ടെന്ന് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഉപ്പും പുളിയും എല്ലാം പാകമാണ്. ഓക്കെ, ബായ്.